നമുക്കിത് പാലസിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസും കാരണം കാണിച്ചാൽ കേട്ടോ. ഇതാണ് നമ്മളെ പാലസിലുള്ള ഇല്ല നമ്മളെ ഏത് വിദേശികളും. ഈ പാലസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു 60 റൂമുണ്ട്. നമ്മളെ യൂസഫ് അലി കാക്കാൻ്റെ കല്യാണത്തിനൊക്കെ യൂസഫ് അലി കാക്കാൻ്റെ കല്യാണത്തിനൊക്കെ നമ്മളെ ലാലേട്ടനും മമ്മൂക്കിയും എല്ലാവരും രജനികാന്തൊക്കെ വന്ന് താമസിച്ചിരുന്നതാണ് ഈ സ്ഥലം. അപ്പോൾ ഇതാണ് കേട്ടോ പാലസ്. ഇതാണ് അതിൻ്റെ ഔട്ട് സൈഡ് ഒന്ന് കാണാം. കണ്ടോ, അതാണ് നമ്മളത് പാലസിൻ്റെ ഉള്ളിലോട്ട് കയറുന്നത്. ഒരുപാട് പ്രത്യേകതയുള്ള പാലസാണ്. നമുക്ക് പാർക്കിംഗ് ഫീ ഇല്ല. എല്ലാം എല്ലാ എൻട്രൻസും കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമ്മളത് പാലസിൻ്റെ ഉള്ളിലോട്ട് പോകും. അധികം ചരിത്രമൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ല, പക്ഷെ എന്നിരുന്നാലും കുഴപ്പമില്ല. ഇതാണ് അതിൻ്റെ നമ്മൾ പാലസിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് എൻട്രൻസ് ആണ്. നമ്മൾ അടുത്ത എൻട്രൻസിലോട്ട് കയറുകയാണ്. വീഡിയോ ഒക്കെ അലോഡാട്ടോ, നമുക്ക് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം. ഓരോ ഭാഗങ്ങളും പാലസിൻ്റെ ഓരോ ഭാഗങ്ങളൊക്കെ ഇതാട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാടുണ്ട്. നമ്മളെ ഒരുപാട് ഐറ്റംസ് നമുക്ക് മേടിക്കാൻ കിട്ടും. ഗോൾഡ്, ഡയമണ്ട്, എല്ലാ സാധനങ്ങളും നമ്മളെ റേറ്റ് സെയിം റേറ്റാണ് കാര്യങ്ങളൊക്കെ. ഇതാണ് പാലസ് എൻട്രൻസ്. ഇതാ ഇവിടെ ഓരോ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല, ഒന്നും അറിയൊന്നുമില്ല. ഇതാണ് പാലസിൻ്റെ ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇതാ റൂംസ്. എന്ത് ഭംഗിയല്ലേ കാണാൻ, അടിപൊളിയല്ലേ. 60 റൂമുണ്ട്. എൻ്റെ ഒരു ഐഡിയയിൽ കേട്ടോ. അപ്പോൾ ആ റൂമിലൊക്കെ ഇതാ അതേപോലെ ഇവിടെ നമ്മളെ സീസണിൽ ഇവിടെ സീസൺ എന്ന് വെച്ചാൽ അബുദാബിയിലൊക്കെ എന്തെങ്കിലും സീസണിലൊക്കെ ഇവിടെ താമസിക്കാൻ ഒരു ദിവസത്തിന് നമ്മളെ ഇന്ത്യൻ മണി 4000 രൂപയാണ്. സീസൺ അല്ലെങ്കിൽ നമുക്ക് 2000 രൂപയ്ക്ക്. ഇതിൻ്റെ ഇവിടെ റോളക്സിൻ്റെ വാച്ചുകളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി വാച്ചൊക്കെ നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാം. ബ്രാൻഡ് സാധനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാണ് റോളക്സ് വാച്ച് കാര്യങ്ങൾ. എല്ലാ കമ്പനി റോളക്സാണ് മെയിൻ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇതാണ്. എല്ലാവരും നമ്മൾ അബുദാബി വരികയാണെങ്കിൽ ഒരിക്കലും നമ്മൾ പാലസ് മിസ് ചെയ്യരുത്. അടിപൊളിയാണ്. നമ്മൾ വെറുതെ ഓരോ സ്ഥലങ്ങൾ പോയി കാണുന്നതിനിങ്ങനെ പാലസ് ഓരോ സംഭവം. ഇതിൻ്റെ നമ്മൾ മലയാളീസാണ് കേട്ടോ ഇവിടെ ഒരുവിധം വർക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. നമ്മൾ അബുദാബിക്കൊക്കെ വരുമ്പോഴേ എന്തെല്ലോ കാണണ്ടേ. അടുത്ത എൻട്രൻസാണ്. ഇത് നല്ലൊരു ഹാർമോണിയൊക്കെ വായിക്കുന്നുണ്ട്. ഹാർമോണിയാണ്, ഗിറ്റാറാണ്. ഓരോ ഭാഗങ്ങൾ എല്ലാം ഉണ്ട് ഇവിടെ. എല്ലാവരും നമ്മൾ ഏത് VIP വന്നാലും ഇവിടെ വന്നിട്ടാണ് പോകത്തുള്ളൂ, താമസിക്കത്തുള്ളൂ. അബുദാബിയിൽ ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏറ്റവും നല്ല അടിപൊളി പാലസ്. പിന്നെ മെയിൻ സംഭവം എന്താ വെച്ചാൽ നമ്മളെ പ്രധാനമന്ത്രി എല്ലാവരും വരികയാണ്, അല്ലെങ്കിൽ നമ്മളെ ആര് വരികയാണെങ്കിലും ഇവരിവിടെ വെച്ചിട്ടാണ് നമ്മളെ ചർച്ചകളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. ഇവിടെ മെയിൻ എന്താ വെച്ചാൽ ഒരു അടിപൊളി ഒരു സൈഡ് കാണാം, ഒരു കടലിൻ്റെ വ്യൂ കാണാം. ഇതുണ്ട്, ഫോട്ടോഷൂട്ടും കാര്യങ്ങളും നടക്കുന്നുണ്ട്. വ്യൂ കാണുന്നുണ്ട്.
ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും നടക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം കേട്ടോ. ഇത് ഓരോ ഭാഗങ്ങളാണ്, ഒരു 10 നില 12 നില ഉണ്ട്. ഇത് ഫുഡുണ്ട് എല്ലാം. അപ്പോൾ അബുദാബി വരികയാണെങ്കിൽ ആരും ഒരിക്കലും മിസ് ചെയ്യരുത്. നമ്മുടെ അടുത്ത് വല്ല ക്യാഷോ അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ദിവസം എന്തായാലും ഇവിടെ താമസിക്കണം. ഞങ്ങൾ നാളെ ഇവിടെ താമസിക്കാൻ പോകുന്നുണ്ട്. നാളെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ സീസൺ അല്ല ഇപ്പോൾ, അതുകൊണ്ട് ഞങ്ങൾക്ക് നാട്ടിലത്തെ 20,000 രൂപയ്ക്കാണ് ഒരു ദിവസം താമസിക്കാനുള്ള കിട്ടിയത്. ഡയമണ്ട്, ഗോൾഡ്, എല്ലാ സംഭവങ്ങളും കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ ഈ റൂം ഇതിൻ്റെ മുകളിലോട്ട് കയറണമെങ്കിൽ നമുക്ക് മുകളിൽ കയറി വീഡിയോ നാളെ എടുക്കാച്ചിട്ടാണ്. മുകളിൽ കയറി വീഡിയോ എടുക്കണമെങ്കിൽ നമ്മൾ അത്യാവശ്യം VIP ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ അത് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നാളെ നമുക്ക് അവിടെ ആണ്, നമുക്ക് ഒരു ഫ്രണ്ട് നമുക്ക് ബുക്ക് ചെയ്ത് തന്നാണ്. നമുക്കൊരു ലൈഫല്ലേ ഉള്ളൂ. ആ ലൈഫ് മാക്സിമം അടിച്ചു പൊളിക്കുക, കാണാത്ത സ്ഥലങ്ങൾ കാണുക, അങ്ങനെയൊക്കെയല്ലേ. പിന്നെ ഇതിൻ്റെ ഗൈഡ് തന്നെ ഉണ്ട്. പുറത്തൊക്കെ നമുക്ക് എന്തെങ്കിലും പറഞ്ഞു തരണമെങ്കിലോ എന്തെങ്കിലും ഇതാക്കണമെങ്കിലോ ഒക്കെ നമ്മൾ ഗൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം. അതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ പാലസിൻ്റെ നമ്മളെ ഷെയ്ഖന്മാരവരൊക്കെ ഫോട്ടോസ് ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാവരും യു ഫ്രം ഇന്ത്യ ഫ്രം പഞ്ചാബ്. നമ്മളെ ഇന്ത്യക്കാരനൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഉണ്ട്. താങ്ക് യു. എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മളെ മലയാളീസ് ഇഷ്ടം പോലെയാണ്, മലയാളിക്കാർ, ഇന്ത്യക്കാർ. അപ്പോൾ ഇതാ ഞാൻ വീണ്ടും പാലസിൽ നിന്ന് ഇറങ്ങി. നമ്മളെ ടാക്സി വരാനായി. അപ്പോൾ ഇതാ പുറത്തിറങ്ങാൻ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മളെ പാലസിൻ്റെ വിശേഷം. ഒന്നുകൂടി നിങ്ങൾക്ക് പുറത്തുള്ള ഭാഗങ്ങളൊന്ന് കാണിച്ചു തരാം.